ഗൈസ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ ഓഫ് collegemunshi.com. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് BSc MIT. എന്താണ് BSc MIT, അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ എലിജിബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ആവശ്യം തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം MIT കോഴ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. മറക്കാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. എന്താണ് BSc MIT? സോ MIT എന്ന് പറയുന്നത് മെഡിക്കൽ ഇമാജിംഗ് ടെക്നോളജി. നമ്മൾ ഈ ഹോസ്പിറ്റൽസിൽ ഒരുപാടായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ടേം. പക്ഷേ ഇത് എന്താണ് എന്നുള്ളൊരു പ്രോപ്പർ ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ സ്കാനിങ്ങിന് പോകുന്നു, അവിടെ ഇമാജിംഗ് ടെക്നോളജി നടത്തുന്നു. ഇതായിരിക്കാം നമുക്ക് ഉള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് നോളജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനും അപ്പുറത്ത് എന്താണ് BSc MIT അല്ലെങ്കിൽ എന്താണ് MIT എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് പഠിച്ചാലുള്ള സ്കോപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇത് ലൈഫിൽ എവിടെയെല്ലാം ആപ്ലിക്കബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പഠിച്ചിട്ട് കാര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്താണ് BSc MIT? മെഡിക്കൽ ഇമാജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് റാപ്പിഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി, 3D പ്രിന്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫീൽഡിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജോബായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. പല വിധത്തിലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹ്യൂമൻ ബോഡിയെ അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ വ്യൂ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ഇന്റേണലി അല്ലെങ്കിൽ മെന്റലി നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇമാജിംഗ് ടെക്നോളജി. റേഡിയോഗ്രഫി, MRI, CT സ്കാൻ, ന്യൂക്ലിയർ മെഡിസിൻ എന്നീ മേഖലകളിലെല്ലാം വളരെയധികം ആപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇമാജിംഗ് ടെക്നോളജി. ഇമാജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ BSc MIT എന്ന് പറയുന്നത് ഒരു 4 വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ +2 ബയോളജി സയൻസ് പഠിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സിൽ 50% കുറയാത്ത മാർക്ക് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ എലിജിബിൾ ആണ്. കഴിഞ്ഞിട്ടില്ല, ഇനി ഇത് ഡിപ്ലോമ ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സയൻസ് സ്ട്രീം, ഇനി നിങ്ങൾ +2 ഏത് സ്ട്രീമോ എടുത്തവരായിക്കൊള്ളട്ടെ, അതിൽ 50% മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഡിപ്ലോമ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ ഡിഗ്രിക്ക് ഇക്വലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വർഷത്തെ BSc MIT കോഴ്സ് ചെയ്തുകൊണ്ട് ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ ആകാനായിട്ട് സാധിക്കും. ഇനി ചില യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് മാത്സ് സബ്ജക്റ്റ് കൂടി വേണം എന്ന് ചിലപ്പോൾ പറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ എന്തൊക്കെ സിലബസ് ആണ് ഇതിൽ പഠിക്കാൻ പോകുന്നതെന്നുള്ളൂടെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതൊരു 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. അതിൽ ആദ്യത്തെ 3 വർഷം നിങ്ങൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ബോത്ത് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം 1 വർഷത്തെ ഇന്റേൺഷിപ്പ് കൂടി ചേർത്തിട്ട് മൊത്തം 4 വർഷമായിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ വർഷത്തെ സിലബസ് എന്ന് പറയുന്നത് മറ്റ് 2 വർഷത്തേത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ടഫാണ്. അതുമല്ല സബ്ജക്ട്സിന്റെ എണ്ണം ഫസ്റ്റ് ഇയറിൽ കുറച്ച് കൂടുതലും സെക്കൻഡ് ആൻഡ് തേർഡ് ഇയറിൽ കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് കാണപ്പെടാറുള്ളത്. ഫസ്റ്റ് ഇയറിൽ ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പത്തോളജി, മൈക്രോബയോളജി തുടങ്ങിയ സബ്ജക്ട്സ് ആയിരിക്കും നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ റേഡിയേഷൻ ഫിസിക്സ്, റേഡിയോഗ്രാഫിക് പൊസിഷനിങ് ആൻഡ് ടെക്നിക്സ്, ഇമാജിംഗ് ഫിസിക്സ് ആൻഡ് ഡാർക്ക് റൂം ടെക്നിക്സ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. തേർഡ് ഇയറിൽ ഡയഗ്നോസിംഗ് ഇമാജിംഗ് ടെക്നിക്സ് ആൻഡ് മൊഡാലിറ്റീസ്, റേഡിയോഗ്രാഫിക് സ്പെഷ്യൽ പ്രൊസീജിയർ ആൻഡ് പേഷ്യന്റ് കെയർ, ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾ സിലബസ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് MIT എന്ന് പറയുന്നത്. ഇതിന് കമ്പാരിറ്റീവ്ലി നമുക്ക് സീറ്റ്സും കുറവാണ്. കേരളത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് അവൈലബിലിറ്റി ഏകദേശം 100-നകത്ത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ സീറ്റ് അവൈലബിലിറ്റി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ BSc MIT പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള എലിജിബിലിറ്റി, കോഴ്സ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ സ്കിൽസ് കാര്യങ്ങളായിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണെങ്കിൽ മറക്കാതെ ഉറപ്പായും നിങ്ങളിത് കാണുക. അത് മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ചാനലിൽ ജോയിൻ ചെയ്യുക.